ബിന്ദു അമ്മിണി വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. രാജീവര് കണ്ഠരരു എന്ന തന്ത്രി ഇപ്പോൾ നടന്ന ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊള്ളയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലാത്ത സമ്മതമില്ലാതെ ഈ സ്വർണ്ണപ്പാളിക അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ബിന്ദു അമ്മിണിയുടെ ചോദ്യം, അന്ന് സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിച്ചതിന് ശുദ്ധി കലശം നടത്തിയത് രാജീവര് കണ്ഠരരു ആണ്. ഇപ്പോൾ അതിലും ഹീനമായ വൃത്തികെട്ട ദുഷ്ചിന്തയോടുകൂടി ഈ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച, അതിന് കൂട്ടുനിന്ന രാജീവര് കണ്ഠരരുടെ പ്രവൃത്തി അമ്പലത്തിന് അശുദ്ധി അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അതിന് ആര് ശുദ്ധി കലശം നടത്തും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ബിന്ദു അമ്മിണി വിഷമിക്കണ്ട. ശുദ്ധി കലശം നടത്താൻ ഏറ്റവും യോഗ്യനായ ആള് ആ അമ്പലത്തെ സംരക്ഷിച്ച, ആദ്യകാലം മുതൽക്കേ അതിനെ കൊണ്ടു നടന്ന, അതിനെ പ്രശസ്തിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മലയരയന്മാരുണ്ട്. അവർ ജീവൻ പണയം വെച്ച് ഉന്നതങ്ങളായ മര കൊമ്പുകളിൽ കയറി തേൻ കൊണ്ടുവന്ന് ആ അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടുത്തെ ആചാരം. പക്ഷേ ഈ തേൻ കൊണ്ടുവരുന്നവരുടെ അവകാശം ധ്വംസിക്കാൻ ഭരണാധികാരികൾ, സവർണ മേധാവികൾ മുന്നോട്ട് വന്നപ്പോൾ അവരെ തേനെടുപ്പങ്ങ് നിർത്തി. അങ്ങനെ അയ്യപ്പന് തേനഭിഷേകം നൽകപ്പെടുന്ന ആ പുണ്യകർമ്മം അവിടെ അവസാനിച്ചു. ആചാര ലംഘനം സംഭവിച്ചു. ഇപ്പോൾ വന്നിട്ടുള്ള അശുദ്ധിക്ക്, അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളായി ആ തേനഭിഷേകം ലഭിക്കാതെ പോയത് മൂലമുണ്ടായ ശുദ്ധിക്ക്, അവിടെ നടന്നു വന്ന അനാചാര പ്രവർത്തനങ്ങൾക്കും അനാശാസ്യ, മോഷണ, തട്ടിപ്പ്, വെട്ടിപ്പ് തുടങ്ങിയ നടപടികൾ മൂലം സംഭവിച്ച അശുദ്ധിയെ ശുദ്ധീകരിക്കാൻ ആ മലയരയന്മാരുടെ തേനിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ അമ്പലം ശുദ്ധി കലശം നടത്തിയിട്ട് വേണം ഇനി തുടർന്നുള്ള നടപടികൾ നടത്തേണ്ടത്. അതിന് ഈ മലയരയന്മാരെ കൊണ്ട് തേൻ സംഘടിപ്പിക്കണം, അവരെ കൊണ്ട് ശുദ്ധി കലശം നടത്തണം. അങ്ങനെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ആ ശക്തിയും ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയും പ്രസിദ്ധിയും വീണ്ടെടുക്കണം. അതിന് ദേവസ്വം ബോർഡും ഭക്തന്മാരും സംഘടിക്കണം എന്നു ഉള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ബിന്ദു അമ്മിണി വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്.